ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ തൃശ്ശൂർക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ എനിക്കൊരു മെൻ്റൽ സപ്പോർട്ടൊക്കെ വേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ആളാണ് പ്രസി. അപ്പോൾ അവൾ മാരേജിനായിട്ട് കോളേജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ കാണാൻ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ അവിടുന്ന് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കണ്ടപ്പോൾ തന്നെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആളുടെ കല്യാണം ഒരു തമിഴ് കന്നഡ ടച്ചാണ് മൊത്തത്തിൽ. അവൾക്ക് നല്ലപോലെ മലയാളം അറിയാം, അച്ഛനും അമ്മയ്ക്കും ആയാലും നല്ലപോലെ മലയാളം അറിയാം. പരസ്പരം സംസാരിക്കാറ് കന്നഡയാണ്, കാരണം അവരുടെ മദർ ടങ് കന്നഡയാണ്. നമ്മൾ ചെന്നപ്പോഴേക്കും ആളുടെ മിഞ്ചിയിടൽ ചടങ്ങും വളയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് മിസ്സായിപ്പോയി. പിന്നെ നേരെ ആൾ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ആളുടെ മേക്കപ്പ് റൂമിലേക്കാണ്. അവൾക്ക് വൈകിട്ടത്തേക്കുള്ള ഫംഗ്ഷന് വേണ്ടി മേക്കപ്പ് ഇടാനാണ്. ആ കൂടെ നിൽക്കുന്ന ആളാണ് ശ്രുതി. ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മളുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനി ആയതിനു ശേഷം ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി സെറ്റായിട്ടാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തത്. അപ്പോൾ ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? ലെഹങ്കയ്ക്കൊക്കെ നല്ല വെയിറ്റ് ആയിരുന്നു, ആൾക്ക് നടക്കാനൊക്കെ നല്ല പാടായിരുന്നു. അപ്പോൾ അവൾ റെഡി ആയി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ചെറുക്കൻ്റെ എൻട്രിക്കാണ്. ചെറുക്കനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വെറൈറ്റി ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ചെറുക്കൻ്റെ എൻട്രിയാണ് പിന്നെ വന്നത്. പിന്നെ നമ്മൾ അതിനുശേഷം അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ അവർ തമ്മിൽ കാണുന്ന ഒരു സീനാണ്, അവൾ ബ്ലഷ് അടിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അടുത്ത് കണ്ടതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ മാരേജിൻ്റെ വീഡിയോ അടുത്ത പാട്ടിലിടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.